മലയാളിയായ മനാഫും കർണാടകയിലെ ധർമ്മസ്ഥലയുമായുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യമാണ് ഇപ്പോൾ കർണാടക പോലീസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മലയാളിയായ മനാഫിന് ഇവിടെ എന്ത് കാര്യം ധർമ്മസ്ഥലയിൽ? നമുക്കറിയാം, ഈ മനാഫാണ് ധർമ്മസ്ഥലയിലെ വിഷയം യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ വലിയ പ്രചാരമൊക്കെ നടത്തി ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടികളെ കൊന്നു കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. ആ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ചിന്നയ്യ എന്നാണ് അയാളുടെ പേര്. ആ ലിസ്റ്റിൽ അവസാന പേര് നമ്മുടെ ആശാനായിരിക്കും. അവസാന പേരാണോ അതോ ചിന്നയ്യയുടെ തൊട്ടടുത്ത പേരാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അല്ല, അത് സംശയമുണ്ട്. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറയുകയാണ്, ഞാൻ 5 മാസമായി ഈ ആക്ഷൻ കൗൺസിലിൽ പ്രവർത്തിക്കുകയാണ്, മലയാളികൾ അറിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ. ഇത് ഏതാണ്ട് ഒരു 2 ആഴ്ച. അതെ, പക്ഷെ ഇത് 5 മാസം മുൻപേ പരിപാടി തുടങ്ങി. അതിന് നല്ല മറുപടി ആ ചർച്ചയിൽ പങ്കെടുത്ത യുവരാജ് ഗോകുൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ച വൈറലായി. മനാഫിന് ഉത്തരം മുട്ടിപ്പോയി. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു ക്ഷേത്രത്തെയും ആ ഏറ്റവും തമാശയുള്ള മറ്റൊരു, ഞാൻ വേറൊരാളാണ് അല്ലേ, ഇത് ഞാൻ വ്യത്യസ്തനാണ്. അല്ല, എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാനും നിങ്ങളും ആള് വേറെയാണ്. അതെ, ആള് വേറെ ആയിരിക്കാം, പക്ഷെ നിയമം ഒന്നാണ്. നിയമം എല്ലാവർക്കും ഒന്നാണ്. അതുകൊണ്ട് ആ നിയമത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ സമന്മാരാണ്. ഒരു വ്യത്യാസവും ഇല്ല. നിയമം ക്ലിപ്പിട്ടാൽ ക്ലിപ്പിട്ടത് തന്നെ. നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിയമം ലംഘിക്കാൻ പോകരുത്, പിന്നെ തട്ടിപ്പ് നടത്താൻ പോകരുത്, വഞ്ചിക്കാൻ പോകരുത്. അല്ല, ഇങ്ങനെയാണെങ്കിൽ ഗൂഢാലോചന അന്വേഷിച്ച് എന്തായാലും കർണാടക പോലീസ് ഇങ്ങെത്തും, മനാഫിന്റെ വീട്ടിലെത്തും. അതിനെ ലൈവ് ഇട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ അത് നല്ല വഴിയാണ്, എളുപ്പമാണ്. ആരെങ്കിലും ജയിലിൽ പോകുമ്പോൾ റിമാൻഡ് ചെയ്യുമ്പോഴും കൂടെ ഒരു ക്യാമറ കൊണ്ടുപോയാൽ മതി. റെഡിയാക്കി നിർത്തിക്കോണം ഷൂട്ട് ചെയ്യാൻ. ഈ ധർമ്മസ്ഥലയുമായിട്ട് എന്താണ് ബന്ധം എന്നാണല്ലോ ചോദിച്ചത്. ധർമ്മസ്ഥല ഒരു ദേവഭൂമിയാണ്, ഒരു ക്ഷേത്ര നഗരിയാണ്. അവിടെ വലിയ തോതിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഭക്തിയുടെ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു. മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ, ആ പ്രദേശത്തെ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ്. നമുക്കറിയാം തിരുപ്പതിക്ക് എങ്ങനെയാണ്, എന്താണ് തിരുപ്പതിയുടെ പ്രത്യേകത എന്നറിയാം. ശബരിമലയുടെ പ്രത്യേകത നമുക്കറിയാം. മധുര മീനാക്ഷി ക്ഷേത്രം, നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ചുറ്റും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രം കൊണ്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത്. നമുക്കതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒരുപാട് പഴയ അഗ്രഹാരങ്ങൾ നന്നാക്കി, അത് പൊളിക്കാൻ പറ്റില്ല, നന്നാക്കി ചോർച്ചയൊക്കെ ഒഴിവാക്കി അത് ഇപ്പോൾ റെന്റിന് കൊടുക്കുകയാണ്. കാരണം ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർക്ക് അവിടെ വന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറി, ഈ പറയുന്ന പോലെ അവിടെ ഷർട്ട് ഇട്ടുകൊണ്ടൊന്നും കയറാൻ പറ്റില്ല. പുരുഷന്മാരാണെങ്കിൽ ഒറ്റ മുണ്ടെടുത്ത് ഉത്തരീയം ധരിച്ച്, സ്ത്രീകളാണെങ്കിൽ സാരി ധരിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അവർക്ക് ദൂരദിക്കിൽ നിന്ന് വരുന്നവർക്ക് അവിടെ വന്ന് ഏതാനും മണിക്കൂർ മതി, അതിനുള്ള റെന്റ് കൊടുത്ത് അവിടെ ഇരുന്ന് ഭക്ഷണവും അവിടെ കിട്ടും. തൊട്ടടുത്ത് നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊരു ക്ഷേത്ര നഗരിയായി ആ പ്രദേശം മാറുകയാണ്. ഇത് ധർമ്മസ്ഥലയിലും അങ്ങനെയാണ്. ഇതിനെ അട്ടിമറിക്കാനും അവിടെ കടന്നുകൂടി ആ ബിസിനസ് പിടിക്കാനും വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിച്ചു തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. അതിൻ്റെ ഭാഗമല്ലേ ഇപ്പോഴുണ്ടായ ഈ സംഭവങ്ങൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ ചിന്നയ്യ അറസ്റ്റിലായപ്പോൾ, ചിന്നയ്യെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ചാണ് ചിന്നയ്യയുടെ അറസ്റ്റ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ചിന്നയ്യ പറഞ്ഞത്, ഞാൻ ശുചീകരണ തൊഴിലാളിയാണ്, ഇപ്പോൾ ചിന്നയ്യ അവിടെയല്ല, തമിഴ്നാട്ടിലെവിടെയോ ആണ്, കോയമ്പത്തൂരിനടുത്ത് എവിടെയോ താമസിക്കുകയാണെന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും ഞാൻ അവിടെ നിരവധി പെൺകുട്ടികളുടെ, ഈ മാനഭംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായിട്ട് വന്നു. അങ്ങനെ അത് വെളിപ്പെടുത്തൽ വന്നു, ഈ മനാഫിന്റെ യൂട്യൂബിൽ വന്നു, അത് ഇവിടുത്തെ മലയാളം ചാനലുകളെ. ആ ചർച്ചയിൽ മറ്റൊരു കാര്യം മനാഫ് പറഞ്ഞത്, ആഴത്തിൽ കുഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ആ ചർച്ചയിൽ തന്നെ അതിൽ കൂടെ ഉണ്ടായിരുന്ന പലരും ചോദിക്കുകയാണ്, ഇതിൽ രാത്രിയാണ് കുഴിച്ചിടുന്നത്, അപ്പോൾ വലിയ കിണർ കുഴിക്കുന്നത് പോലെ കുഴിക്കാൻ കഴിയുമോ ഈ മൃതദേഹം മൂടാനായി? അല്ല, അന്ന് ഈ JCB ഒന്നും ഉള്ള കാലമല്ല. ഇത് കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന കാലം കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഈ യൂട്യൂബ് കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്ത് തോന്നിയാസവും വിളിച്ചു പറയാം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ മാധ്യമപ്രവർത്തകർ മുഴുവനും നേരിടുന്ന ഒരു വെല്ലുവിളി കൂടിയാണ്. ഇരിക്കട്ടെ,
അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പം ഈ ചിന്നയ്യ ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്ത് പോലീസ് അവസാനം അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വരുന്നു, അത് വലിയ ചർച്ചയാകുന്നു, മലയാള മാധ്യമങ്ങൾ അത് എടുക്കുന്നു, തലങ്ങും വിലങ്ങും ആക്രമണമാണ്. ഈ പാവം ഈ ധർമ്മസ്ഥല എന്താണെന്ന് പോലും കേട്ടിട്ടില്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയക്കാർ, അത് ഇടത് വലത് മുന്നണികളിലും BJP യിലും ഉള്ളവരുണ്ട്, അവർക്കൊന്നും പലർക്കും ധർമ്മസ്ഥല പേരെവിടെയോ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആന്ധ്രയിലോ ഉത്തരേന്ത്യയിലോ ഉള്ള ആരുടെങ്കിലും ചെന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പം എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പേ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയണമെന്നും ഇല്ല. തിരുപ്പതി അറിയുമായിരിക്കും, ശബരിമല അറിയുമായിരിക്കാം, പക്ഷെ മധുര മീനാക്ഷി ക്ഷേത്രം അറിയുമായിരിക്കാം, പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ പെട്ടെന്ന് അറിയണമെന്നില്ലായിരുന്നു. ഇപ്പോൾ അത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ധർമ്മസ്ഥലയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ അറിഞ്ഞിടാത്ത ആൾക്കാർ പോലും അവിടെ വന്നിരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ചിലർ അനുകൂലിച്ച് പറഞ്ഞു, ചിലർ പ്രതികൂലിച്ച് പറഞ്ഞു. അവിടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ, അന്വേഷിക്കണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വലിയ കോലാഹലമായി അല്ലേ. ഇപ്പോൾ ഇതാ അവിടെ JCB ഒക്കെ ആയിട്ട് ചെന്ന് കർണാടക സർക്കാർ വളരെ കൃത്യമായിട്ട് അതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് അവിടെ എല്ലാം ഇയാൾ പറഞ്ഞ സ്ഥലം എല്ലാം കുഴിച്ച് ഒരു എല്ലിൻ്റെ കഷ്ണം, ഒരു പട്ടി ചത്ത് അതിൻ്റെ ജഡം കുഴിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടം പോലും അവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മനാഫിന് കർണാടക സർക്കാരിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അതെ, അന്ന് തുടങ്ങിയതാണ്, അവിടെ തൊട്ട് മണ്ണ് കുഴിപ്പിക്കാൻ തുടങ്ങിയതാണ് സർക്കാരിനെ കൊണ്ട്. അന്നുണ്ടാക്കിയ പുകിലുകളും കോലാഹലങ്ങളും വേറെ. അതിൽ സത്യം പറഞ്ഞാൽ മലയാളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. ഇങ്ങനെ അതായത് ഒരു ദുരന്ത മുഖത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാനും മാധ്യമപ്രവർത്തകനാണ്, നിങ്ങളും മാധ്യമപ്രവർത്തകനാണ്, നമ്മൾ ഈ തൊഴിലെടുത്ത് ജീവിക്കുന്നവർ കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യാജ പ്രചാരണം, തെറ്റായ വാർത്തകൾ, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്തേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് ധർമ്മം അനുസരിച്ചാണ്. പത്രധർമ്മം എന്നൊന്നുണ്ട്. ശരി, നമുക്കൊരു വാർത്ത നമ്മൾ ഒളിച്ചു വെച്ചു, ഗതികേട് കൊണ്ട്, നിസ്സഹായത കൊണ്ട് നമുക്ക് പുറത്തു പറയാൻ ചിലപ്പോൾ സാധിച്ചില്ലെന്നിരിക്കും. പക്ഷേ തെറ്റായ വാർത്ത പറയാതിരിക്കാനുള്ള മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. ശരിയായ വാർത്ത നമ്മൾ പറഞ്ഞില്ല, നിങ്ങളുടെ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ ജീവനെ പേടിച്ച് നിങ്ങളത് പറഞ്ഞില്ല, ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല, മനസ്സിലാക്കാം. പക്ഷെ തെറ്റായ വാർത്ത പറയരുത്. അത്രയെങ്കിലുമുള്ള മര്യാദ മാധ്യമപ്രവർത്തകർ കാണിക്കണം. അതൊന്നും മനസ്സിലാക്കാതെ അവിടെ തുടങ്ങി ആ ലോറിയും പയ്യനെയും കാണാതായ ദിവസം തൊട്ട് തുടങ്ങിയ പുകിലാണിതൊക്കെ. അതിപ്പോൾ അത് വിതയ്ക്കുന്നവൻ അതിൻ്റെ ഫലം കൊയ്യുമല്ലോ. അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ പോലീസ് വന്ന് കുഴിച്ച് താലങ്ങും വിലങ്ങും കുഴിച്ചു, ഒരു കൂട പോലും കിട്ടിയില്ല. ഇപ്പം എന്തായി? അതിനിടയ്ക്ക് ഒരാൾ വരുന്നു, എൻ്റെ മകളെ കാണാതായി, കേസ് കൊടുത്തു, ഇതുവരെ ഒരു ഇതുമില്ല, 10-20 വർഷമായി MBBS പഠിച്ചുകൊണ്ടിരുന്ന മകളാണ്. തുടങ്ങി അങ്ങോട്ട് ബഹളം. അനന്യ ഭട്ട് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അവിടെ റേപ്പ് ചെയ്ത് കൊന്നു. വാർത്ത അങ്ങ് ചമക്കുകയാണ്. ഈ കുട്ടിയെ കാണാതായി, മാൻ മിസ്സിങ്ങിൻ്റെ കേസ് എങ്ങനെയാണ് റേപ്പ് കേസാകുന്നത്? ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ സുജാത ഭട്ട് എന്ന് പറയുന്ന അതിൻ്റെ അമ്മ ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അത് വലിയ കോലാഹലമാകുന്നു. ഇപ്പം നമ്മൾ കണ്ടതാണല്ലോ, രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുടെ ആക്ഷേപങ്ങളുമായിട്ട് വന്നിപ്പോൾ എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടു. മല പോലെ വന്നത് എലി പോലെ പോയി. അതുപോലെ സുജാത ഭട്ടും 2 ദിവസം 48 മണിക്കൂർ തികച്ച് പിന്നെ വെളിപ്പെടുത്തലിന് ആയുസ്സുണ്ടായില്ല. ഇപ്പോഴിതാ അവർ തന്നെ പറയുന്നു, എൻ്റെ പുറത്ത് വലിയ സമ്മർദ്ദമുണ്ടായി, എനിക്ക് വലിയ ഭീഷണി ഉണ്ടായി, ഞാൻ നിരപരാധിയാണ്, സമ്മർദ്ദം താങ്ങാനാകാതെ ഞാൻ പറഞ്ഞു പോയതാണ്. ഈ സ്ത്രീ തന്നെ ഒരു മുൻ നക്സലൈറ്റ് ബന്ധമുള്ള ആളാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വലിയ തോതിൽ അവർക്കെതിരെ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ സുജാത ഭട്ടിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അവർ പറയുന്നു അവർക്ക് ഇങ്ങനൊരു മകളെ ജനിച്ചിട്ടില്ല, ഇങ്ങനൊരു മകളില്ല അവർക്ക്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിത് പറഞ്ഞത്? അപ്പോൾ നമുക്കൊരു പരാതി ഉന്നയിക്കാം. സ്വാഭാവികമായിട്ടും ശ്രീജിത്തെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ ഒരാളെ കാണാതായി, നമ്മൾ പോലീസിൽ പരാതി കൊടുത്തു, 48 മണിക്കൂർ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, ആളെ കിട്ടുന്നില്ല, പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഹൈക്കോടതിയെ സമീപിക്കും, ഹേബിയസ് കോർപ്പസ് കൊടുക്കും. സാമാന്യ ജ്ഞാനം ഇന്ന് അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ നിയമം അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, നിങ്ങൾ പെട്ടെന്ന് ഹൈക്കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് കൊടുക്ക്, കോടതി ഇടപെട്ട് നിങ്ങളുടെ ആളിനെ കൊണ്ടുതരും. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഈ മനാഫിന് ഈ ധർമ്മസ്ഥലയിലെത്തി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. കർണാടക പോലീസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. തനിക്ക് ഇവിടെ എന്ത് കാര്യം?
താൻ ഇവിടെ എന്തിനാണ് ഈ കൊമ്പും കുഴലും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത്, യൂട്യൂബുമായിട്ട് ഇങ്ങോട്ട് വന്നത്? തനിക്ക് ഇവിടെ എന്ത് കാര്യം? താൻ ധർമ്മസ്ഥലയിലെ വിശ്വാസിയാണോ? അല്ല. ധർമ്മസ്ഥലയിൽ തനിക്ക് വേരുകളുണ്ടോ? തൻ്റെ കുടുംബ പശ്ചാത്തലമോ എന്തെങ്കിലും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുണ്ടോ? അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ധർമ്മസ്ഥലക്കാരാണോ? അല്ല. പിന്നെ ഇയാൾക്ക് എന്താണ് ഈ ധർമ്മസ്ഥലയിൽ ഇത്ര കാര്യം? അപ്പോൾ അതിൻ്റെ പുറകിൽ അപ്പോൾ പറയും നീതി വാങ്ങിക്കൊടുക്കണം. ആ നീതി, അത് നീതി വാങ്ങിക്കൊടുക്കാൻ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ എണ്ണം പറഞ്ഞ കേസുകൾ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിരവധി കേസുകളിൽ ഇപ്പോഴും നീതി കിട്ടാതെ അലയുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ഒരുപാട് കേസുകളുണ്ട് കേരളത്തിൽ. എന്തേ അതിൻ്റെയൊക്കെ പുറകെ പോകാത്തത്? മനാഫിന് ധർമ്മസ്ഥലയിൽ മാത്രം നീതി വാങ്ങിച്ചു കൊടുത്താൽ മതിയോ? ഈ കേരളത്തിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ബലി കൊടുത്തു എന്ന് പറയുന്ന ഒരു കള്ളക്കഥയുണ്ടല്ലോ. അത് പോലീസ് അന്വേഷിച്ച് ചില പ്രതികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്, അല്ലേ? അത് ബലി കൊടുക്കലാണോ, ദുർമന്ത്രവാദം നടത്തി ബലി കൊടുക്കലാണോ, അതോ മറ്റു വല്ലതുമാണോ? അത് അന്വേഷിക്കേണ്ടതല്ലേ? ഈ പറഞ്ഞതുപോലെ കൊച്ചിക്കാരിയായ സ്ത്രീയെ കൊണ്ടുവന്ന് തിരുവല്ലയിൽ കൊണ്ടുവന്ന് അവിടെ തിരുവല്ലയ്ക്കടുത്തൊരു വീട്ടിൽ കൊണ്ടുവന്ന് ബലി കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് ആ മാംസം പാചകം ചെയ്ത് ഭക്ഷിച്ചു എന്ന് പറയുന്നു. പിന്നെ ബാക്കി വന്നത് അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നു. എന്തൊക്കെയായി നടന്നത് കൊച്ചു കേരളത്തിൽ? അവിടെയൊന്നും മനാഫിന് ഇടപെടണ്ടേ? അവിടെയൊന്നും നീതി വാങ്ങി കൊടുക്കണ്ടേ? അതോ അവിടെ എല്ലാം കൃത്യമായിട്ട് കേരള പോലീസ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നടക്കുകയാണ്? കർണാടക പോലീസിനോട് മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര അവിശ്വാസ്യത? അവരൊന്നും മനുഷ്യരല്ലേ? അപ്പോൾ ധർമ്മസ്ഥലയെ തകർക്കാനുള്ള അജണ്ടയാണെന്ന് വ്യക്തം. അതിന് ചൂട്ടുപിടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ ചിന്നയ്യയ്ക്ക് ഇപ്പോൾ ഒടുവിൽ ഈ ചിന്നയ്യ വിചാരിച്ചു ഇത് വലിയ വിവാദമൊക്കെ ആയി, കുറച്ച് പൈസയൊക്കെ കിട്ടും, യൂട്യൂബൊക്കെ അല്ലേ, വല്ലതൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പൊളിഞ്ഞുപോയി. കർണാടകയിലെ DK ശിവകുമാർ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി വളരെ ശക്തമായ സ്റ്റാൻഡ് എടുത്തു, നിലപാടെടുത്തു. പോലീസ് വേണ്ട വിധത്തിൽ അന്വേഷിച്ചു. ആക്ഷേപങ്ങളെല്ലാം കള്ളമാണെന്ന് മനസ്സിലായി. അതോടുകൂടി അത് പൊളിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്നത്, താമസിയാതെ കർണാടക പോലീസ് കേരളത്തിൽ വരും, മനാഫിനെ പൊക്കിക്കൊണ്ടുപോകും. പരപ്പന അഗ്രഹാല ജയിലിലോ മറ്റോ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ, അവിടുത്തെ ഗോതമുണ്ട തിന്നാനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കർണാടക പോലീസിന് മനാഫിനെ പിടിക്കാൻ കഴിയില്ല. അതിന് മുമ്പേ മുങ്ങും. അല്ല, മുങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാരണം വേടനെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ട്. അതെ. അല്ല, യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.